അയ്യോ എന്റെ പൊന്നുമായെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല. അഞ്ജിതയും ഞാൻ എന്റെ മരുമകളായിട്ട് തന്നെയാ കണ്ടിരിക്കുന്നെ. എന്നിട്ട് എന്തുകൊണ്ട് അവളെ കുറിച്ച് പറഞ്ഞില്ല? എന്താ ഇത്? ഇതൊരു നിസ്സാര വിഷയമല്ലേ, വിട്ടേക്ക്. മുത്തശ്ശൻ ഇത് നിസ്സാര വിഷയമായിരിക്കും, പക്ഷേ എനിക്കിത് വലിയ വിഷമമായി. മോളെ, ജാനകി മനഃപൂർവ്വം നിന്നെ മറന്നതൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, നീയും ജാനകിയുടെ മരുമകൾ തന്നെയാന്ന്. പിന്നെന്താ? അഞ്ജിതേ മോളെ, ഇത് നമ്മുടെ വീടല്ല. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അഞ്ജിതയുടെ സ്ഥാനത്ത് ജാനകി ഗോപികയാണ് അവഗണിച്ച് സംസാരിച്ചതെങ്കിൽ ദേവികയ്ക്ക് എന്തു തോന്നും? മായെ, ഞാൻ ആരെയും അവഗണിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അഞ്ജിതയെ കുറിച്ച് പറഞ്ഞില്ല? മായേ, അതെന്റെ തെറ്റാണ്. എന്റെ ചോദ്യത്തിന്റെ പിശക. ജാനകി മരുമക്കൾ എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. ആ ചോദ്യം കേൾക്കുമ്പോ ജാനകി സ്വാഭാവികമായും ദേവികയെക്കുറിച്ചും ഗോപികയെക്കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഇതേ ചോദ്യം മായയോട് ചോദിച്ച മായ പറയുന്നത് അഞ്ജിതയെക്കുറിച്ച് മാത്രമായിരിക്കും. അത്രയുള്ളൂ. എന്തായാലും എന്റെ ചോദ്യം കൊണ്ടുണ്ടായ പ്രശ്നത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മുത്തശ്ശ, മുത്തശ്ശ എന്തിനാ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഏയ്, എന്താ ഇത്? എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ഞാൻ ഇവിടെ വന്ന് കയറിയിട്ട് ഇവിടെ ഒരു തർക്കം ഉണ്ടാകാന്ന് വെച്ചാ അതെനിക്ക് വിഷമമാണ്. നിങ്ങൾ ഈ തർക്കം ഇവിടെ അവസാനിപ്പിക്കണം. മായെ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തുകള. അഞ്ജിതേ, മോള് വിഷമിക്കണ്ട. ദേവികയും ഗോപികയും പോലെ തന്നെ മോളും നല്ല കുട്ടി തന്നെയാ. ഞാനത് ആത്മാർത്ഥമായി തന്നെയാ പറയുന്നേ. നിനക്കിപ്പൊ സമാധാനായോ? ഗോപികെ, മോള് മുത്തച്ഛനെ വിളിച്ചോണ്ടുപോയി കാപ്പി കൊടുക്ക. ശരി അമ്മ. കാപ്പിയൊന്നും വേണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. ഏയ്, അതൊന്നും പറഞ്ഞ പറ്റില്ല. വന്നിട്ട് കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. മോളെ അഞ്ജിതേ, മുത്തശ്ശനെ വിളിക്കേ. വാ മുത്തശ്ശ, വാ. ചെല്ലു മുത്തശ്ശ, ചെല്ല്. എന്നിട്ട് മുറിവ് എങ്ങനെയുണ്ട്? കാര്യമായിട്ടുള്ള മുറിവ് വല്ലതും ആണോ? സാരില്ല, ഞങ്ങൾ അപ്പൊ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെ വെച്ച് കെട്ടി. ചെറിയൊരു മുറിവേ ഉള്ളൂ. മുറിവ് ഉണങ്ങാനും വേദന മാറാനും ഒക്കെ ആയിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ ഉണങ്ങും. അല്ല ദേവികെ, എന്ത് അസുഖത്തിന് നാട്ടുമരുന്നുകളും ഗ്രഹവൈദ്യമൊക്കെ പ്രയോഗിക്കുന്ന ആളല്ലേ നീ? ഇപ്പം മുറിവ് പറ്റിയപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്തിനാ? ഇതിന് വല്ല പച്ചില മരുന്നോ കഷായോ ഒക്കെ കുടിച്ചാ പോരായിരുന്നോ? നീ എന്താ മായ, ദേവികയെ പരിഹസിക്കുകയാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മായ ആയാലും ശരി, അഞ്ജിത ആയാലും ശരി, ആവശ്യമില്ലാതെ ദേവികയെ പരിഹസിക്കരുത്. ഈ നേരത്ത് ഇവിടെ തലയിൽ വെച്ചുകെട്ടുവായിരിക്കേണ്ടത് സിദ്ധു ആയിരുന്നു. ഇവനാ ശരിക്കും അപകടം ഉണ്ടാവേണ്ടിയിരുന്നേ. ആ അപകടത്തിൽ നിന്ന് ഇവനെ രക്ഷിക്കുന്നതിനിടയിലാ ദേവികയ്ക്ക് മുറിവ് പറ്റിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കളിയാക്കുന്നതും കളിയാക്കും മട്ടിൽ ചിരിക്കുന്നതും. ഇളയമ്മേ, ഇനി മാലയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ, ഇളയമ്മയുടെ തല ഞാൻ തല്ലി പൊളിച്ച് ഇതിലും വലിയ കേട്ട അവിടെ ഉണ്ടാക്കി വെക്കും, കേട്ടാ? സിദ്ധു, സോറി അമ്മേ, ബാക്കി ഞാൻ നാളെ പറഞ്ഞോളാം. അമ്മേ, ഈ ഇളയമ്മോട് അഞ്ജുനോട് ഇവിടുന്ന് പോവാൻ പറ. എനിക്ക് കണ്ടിട്ട് ദേഷ്യം വരിക. കുട്ടാ വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഇവരോട് മര്യാദയ്ക്ക് പോവാൻ പറ. പോയേ. അഞ്ജിതേ, നീ വാ.
എടുക്കെടുക്ക് ആ ലഞ്ച് ബോക്സ് എടുത്തേ. അതെന്താ ഇത്ര ധൃതി? എനിക്കിപ്പോ ലഞ്ച് ബോക്സ് കാണണം. എടുക്ക്. അത് നിന്റെ കയ്യിലേക്കല്ലേ തരാൻ പോകുന്നത്. എനിക്കിപ്പോ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. ലഞ്ച് ബോക്സ് എനിക്ക് ഇപ്പൊ തന്നെ കാണണം. എത്ര കാര്യമായിട്ടാ ദേവിക സിദ്ധുവിനെ കെയർ ചെയ്യുന്നത്. അമ്മ അന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവമായിട്ട് സിദ്ധുവിന് വേണ്ടി കണ്ടുവച്ചിരുന്ന പെൺകുട്ടി തന്നെയാണ് ദേവിക എന്നത് എനിക്കിപ്പോ കൃത്യമായിട്ട് ബോധ്യമായി. അത് ശരിയാ മഹേട്ട. ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധു കാല് തന്നെ വീഴാൻ തുടങ്ങിയപ്പോ അവന്റെ തല പൊട്ടിപ്പോകുന്ന ഞാൻ കരുതി. പക്ഷെ ആ സമയത്ത് ദേവിക അവളുടെ സേഫ്റ്റി പോലും മറന്ന് അവനെ പെട്ടെന്ന് രക്ഷിക്കുകയായിരുന്നു. ദേവികയെ സിദ്ധുവിന് വേണ്ടി നൽകിയതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ജാനകി. നന്ദി പറയാൻ വാക്കുകളില്ല മഹേട്ട. എനിക്ക് ഒരാഗ്രഹമുണ്ട് മഹേട്ട. എന്താണത്? ദേവികയ്ക്ക് അവള് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം കൊടുക്കണം. ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയായിരിക്കും. ആയിക്കോട്ടെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. അല്ല, ദേവിക്ക് എന്ത് സമ്മാനമാണ് നൽകുക?